അഖിലിനും നിങ്ങൾക്കുമൊക്കെ നിർബന്ധമായതുകൊണ്ട് ഞാൻ ശ്യാമയെ പഠിപ്പിക്കാം. നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ പഠിപ്പിക്കാം. എന്റെ കണ്ണ, എന്നെ പാട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ അഖിൽ സാറിനെ ഞാൻ വഞ്ചിക്കുകയാണല്ലോ. എന്നോട് ക്ഷമിക്കണേ കൃഷ്ണ. ഇവരെന്താ ഇങ്ങനൊക്കെ പറയുന്നേ? ഇനിയൊരു പക്ഷേ ശ്യാമ ഇവരോടെല്ലാം പറഞ്ഞു കാണൂ. അതാ ആദ്യം അറിയണ്ടേ. ആഹാ, എന്തായാലും നന്നായാലും ചീത്തയായാലും ഒരു കലാവിദ്യ അഭ്യസിക്കാനുള്ള ആരംഭമല്ലേ. ശ്യാമയൊന്ന് വന്നേ, ഇപ്പൊ വരാം. വാ. നീ എന്നെ ചതിക്കായിരുന്നല്ലേ? ഞാൻ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല. മിണ്ടരുത്. നീ എന്തു വിചാരിച്ച എന്നെ പറ്റി? നീ എല്ലാം അവനോട് തുറന്നു പറഞ്ഞു അല്ലേടി? ആരോട്? നിന്റെ ഭർത്താവിനോട്. എന്റെ മകൾ വിസ്മയ പാട്ടുകാരിയൊന്നും അല്ല, അവൾക്ക് പാടാനുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. വിസ്മയ്ക്ക് വേണ്ടി പാടുന്നത് നീയാണെന്നൊക്കെ നീ നിന്റെ ഭർത്താവ് അഖിലിനോട് പറഞ്ഞില്ലേ? അയ്യോ ഇല്ല മാഡം, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മാഡത്തിന് അതൊക്കെ വെറുതെ തോന്നുന്നതാ. തോന്നുന്നതോ? പിന്നെ അഖില് നീ പാട്ടുകാരിയാണെന്ന് ഉറപ്പിച്ച് പറയുന്നതിന്റെ കാരണം എന്താ? അഖില് മാത്രമല്ല, അവന്റെ ഏട്ടന്മാരും അങ്ങനെ പറഞ്ഞല്ലോ. നീ കള്ളനാടകം കളിക്കുകയല്ലേടി? ഒരിക്കലും ഇല്ല മാഡം, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ പാട്ട് പാടുന്നുള്ള കാര്യം. പറഞ്ഞിട്ടില്ലേ? ഇല്ല മാഡം. പറയരുത്. അങ്ങനെങ്ങാനും പറഞ്ഞ നിന്റെ ഈ മണിമാളികയിലുള്ള വിലാസ ജീവിതമില്ലേ, അത് ഞാനങ്ങ് തൊലച്ചു കളയും. എന്നിട്ടും എനിക്കങ്ങോട്ട് സംശയം തീരുന്നില്ല. ഇത് നീയും അവനും ചേർന്നുള്ള ഒത്തുകളിയല്ലേ? അല്ല മാഡം. പിന്നെന്തിനാ ഈ പാട്ട് പഠിപ്പിക്കൽ അഭ്യാസം? എനിക്കറിയില്ല. വിസ്മയ്ക്ക് റെക്കോർഡ് ചെയ്യാനുള്ള പാട്ട് ഞാനൊന്ന് മോളി നോക്കിയായിരുന്നു. അത് അഖിൽ സാർ കേട്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. ചതിച്ചോ? മാഡം ഇല്ല, ഞാൻ ആണായിട്ട് പറഞ്ഞു സാറിനോട് ഞാനല്ല മോളിയെന്ന്. ആ സംശയത്തിലാ സാറിനെ പാട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതാകെ കുഴപ്പമായല്ലോ. മാഡം പേടിക്കണ്ട. മാഡം എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ പാട്ട് പഠിപ്പിക്കുമ്പോ പാട്ടൊക്കെ ഞാൻ തെറ്റിച്ച് പാടിക്കോളാം. അതപ്പോ അവർക്ക് മനസ്സിലാവില്ലേ? മനസ്സിലാവാത്ത മട്ടില് ഞാൻ തെറ്റിച്ച് പാടിക്കോളാം. അങ്ങനെ ചെയ്തിരിക്കണം. ഉറപ്പായിട്ടും മാഡം, ഉറപ്പ്. റെക്കോർഡിങ്ങിനായി ഞാൻ അയച്ചു തന്ന പാട്ട് നീ ഭംഗിയായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ശരി മാഡം. ദേ, എന്തെങ്കിലും വേലവയ്പ് എന്നോട് ഇറക്കാൻ നോക്കിയ നിന്നെ മാത്രമല്ല, നിന്റെ ആ ദാരിദ്ര്യം പിടിച്ച തള്ളയും തന്തയും എല്ലാത്തിനും ഞാൻ നശിപ്പിച്ചു കളയും. മനസ്സിലായോടി? വാ. കലയും സംഗീതവും ഒക്കെ ദൈവികോ. ഏത് വിദ്യയാണെങ്കിലും അത് അഭ്യസിക്കുന്നതിന് മുൻപ് ഗണപതിയെയും സരസ്വതിയെയും ഒക്കെ തൊഴുതിരിക്കണം. ഞാൻ അങ്ങനെ എന്തും തുടങ്ങും.
എന്തായാലും ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ മനസ്സും നിറഞ്ഞു. ആ അല്ല, ഇവിടെ പുൽപ്പായുണ്ടോ? ആ ഉണ്ട്. ആ ശിഷ്യേ, നിന്നെ തന്നെയാ ഞാൻ വിളിച്ചത്. ഈ നിമിഷം മുതൽ ശ്യാമ എന്റെ ശിഷ്യ. ശിഷ്യ ഗുരു പറയുന്നതെല്ലാം അനുസരിക്കണം. അരുന്ധതി ഗുരു, നല്ല പേര്. ശ്യാമ ശിഷ്യ പോയി ഒരു പുൽപ്പായ എടുത്തോണ്ട് വരൂ. ഈ പുൽപ്പായയും സംഗീതം തമ്മിൽ എന്താ ബന്ധം? പുൽപ്പായയിലിരുന്ന് വേണം സംഗീതം അഭ്യസിക്കാൻ. അതാ അതിന്റെ നിയമം. ശ്യാമശാസ്ത്രികളും മുത്തസ്വാമി ദീക്ഷിതരും സ്വാതി തിരുനാളുമൊക്കെ സംഗീതം സാധകം ചെയ്തിരുന്നത് പുൽപ്പായയിലിരുന്നാ. പഠിപ്പിക്കാനൊരു അവസരം കിട്ടിയപ്പോ മുടിഞ്ഞ തള്ള. കേട്ടാ, സഹിച്ചിരുന്നല്ലേ പറ്റൂ. ഗുരുവാണ് ഗുരു. എന്താ ഒരു രഹസ്യം പറച്ചില്? ഏയ്, അരുന്ധതി മേഡം എത്ര വലിയ പ്രതിഭാശാലിയാണെന്ന് ഞാൻ അരുണിനോട് പറയുമായിരുന്നു. അതെ അതെ, എന്നിട്ടും എന്തൊരു എളിമയാണെന്ന് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. അത് ഈ നെൽപ്പാടങ്ങൾ കൊയ്യാറാകുമ്പോ അതില് കതിരും പതിരും ഉണ്ടാവും. പതിര് പൊന്തി നിൽക്കും, കതിര് താഴ്ന്നു നിൽക്കും. അതുപോലെയാ കഴിവുള്ളവര് തല കുനിച്ചേ നിൽക്കൂ. ഈ കതിരും പതിരൊന്നും ഞങ്ങൾക്കറിയില്ല. ആ, ഞാനും കുട്ടിക്കാലത്ത് കണ്ടതായി ഈ നെൽപ്പാടമൊക്കെ. ദാ അവിടേക്ക് വിരിക്കൂ. ആ, ഇനി ശിഷ്യ പോയിട്ട് എന്റെ കാറിൽ നിന്ന് ഹാർമോണിയം എടുത്തോണ്ട് വരൂ. കാറിന്റെ ഡിക്കിയിലുണ്ട്. ഇവിടെ വയ്ക്കൂ. ഇവളെ കൊണ്ട് എന്റെ കാല് പിടിപ്പിക്കുമെന്ന് ഞാൻ പണ്ടേ പ്രതിജ്ഞ എടുത്തിട്ടുള്ളതാ. നമുക്ക് തുടങ്ങാം. ഇരുന്നോ. സപ്തസ്വരങ്ങളൊക്കെ അറിയാമോ? അറിയാം. എന്നാ തുടങ്ങാം. ചൊല്ലി പഠിച്ചോ.
സാ പാടിയേ. സാ പാ പാ അങ്ങനെയല്ല. പാ പാ ഒന്നുകൂടി. സാ പാ പാട്. സാ 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 പാ പാ സാ പാട്. സാ അവിടെയല്ല, ഇവിടെ പാട്. സാ രേ സാ ഗാ മാ ഗാ ദ നീ സാ സാ രേ സാ. ലതാ മങ്കേഷ്കറും ആശാ ഭോസ്ലെയും ഒക്കെ ഇനി എന്ത്? ഇവളാ കസേരയിൽ കയറി ഇരുന്ന് കഴിഞ്ഞില്ലേ? ഇവള് ലോകത്തിന്റെ വാനമ്പാടിയായിട്ട് മാറും. ഒന്നുകൂടി നോക്കാം. സാ രേ പാടിയേ. സാ രേ പണി മുടക്കും. പാടാൻ നടക്കുന്നു. മനുഷ്യനെ വെറുതെ വിളിച്ച് കളിയാക്ക. ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ അറിയാത്ത പെണ്ണിനെ വെറുതെ പാട്ട് പഠിപ്പിക്കാൻ നടക്കുന്നു. അകലിന് വേറെ പണിയൊന്നുമില്ലേ? ശ്യാമയ്ക്ക് അങ്ങനെ പാടാൻ കഴിയില്ലെന്ന് വിധി എഴുതരുതായിരുന്നത് മേഡം. ശ്യാമ എന്നെങ്കിലും ഒരിക്കൽ പാടിയിരിക്കും. ആ പാട്ട് ഓടക്കുഴൽ നാദം പോലെ മനോഹരമായിരിക്കുകയും ചെയ്യും. എന്റെ കൃഷ്ണ, ഞാൻ അനുഭവിക്കുന്നൊന്നും നീ കാണുന്നില്ലേ? എന്തൊരു പരീക്ഷണാണ് ഭഗവാൻ ഇത്. എന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്തൊരു ഗതികേടാ ഭഗവാൻ നീ എനിക്ക് തന്നത്. എന്റെ സങ്കടങ്ങളൊക്കെ നീ എന്താ അറിയാത്തത്? എന്റെ സങ്കടം മാത്രല്ലല്ലോ ഭഗവാനെ, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ അഖിൽ സാറിന്റെ അഭിമാനം ഞാനായിട്ട് തകർക്കുമല്ലേ കണ്ണാ ചെയ്യുന്നത്. നീ എനിക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണേ ഭഗവാനെ. ശ്യാമ, ഞാനൊരു കാര്യം ചോദിച്ചാ താൻ എന്നോട് സത്യം പറയണം. സത്യം മാത്രമേ പറയാവൂ. എന്താ സർ? താൻ പാട്ട് പാടാത്തത് മനഃപൂർവ്വമല്ലേ? പറയ്. താൻ ഞങ്ങളുടെയൊക്കെ മുമ്പിൽ പാടാത്തത് മനഃപൂർവ്വമായി എന്തോ ഒരു കാരണം കൊണ്ടല്ലേ? അല്ല സർ. അല്ലേ?
എനിക്കങ്ങനെ തോന്നി. സർ, ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല സർ. സാർ എന്നെ തെറ്റിദ്ധരിക്കരുത്, പ്ലീസ്, പ്ലീസ് സർ. ശ്യാമേ, ശ്യാമേ, എനിക്ക് പാടാൻ പറ്റുന്നില്ല സർ, എനിക്ക് പാടാൻ പറ്റുന്നില്ല. ശ്യാമേ, സർ, തന്നെ ടെൻഷനാക്കാനോ കരയിപ്പിക്കാനോ അല്ല ഞാൻ അങ്ങനെ ചോദിച്ചത്. കരയാതെ ശ്യാമേ. നല്ല താളബോധവും മധുരമായ ഒരു സ്വരവും ഉള്ളപ്പോ താൻ പാടുമെന്ന് എനിക്ക് തോന്നിപ്പോയി. തനിക്ക് പാടാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് പാടാൻ കഴിയും സർ, ഞാൻ പാടും. ദൈവം എനിക്ക് തന്ന കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി ഞാൻ. കരയില്ലേ ശ്യാമേ, കരയില്ലേ. താൻ കരയുമ്പോ എനിക്ക് എന്റെ ഉള്ളിൽ പൊള്ളുകയാ. അത്രയ്ക്ക് പ്രിയപ്പെട്ടവളാടോ എനിക്ക് താൻ. കരയാതെ. കരയില്ലേ. കരയില്ലേ ശ്യാമേ. ശരി, ഐശ്വര്യ, ഐശ്വര്യ, നീ ഉറങ്ങിയോ? പിന്നെ ഉറങ്ങാതെ. നേരെ എത്രയെന്നറിയോ? പാതിരാത്രി ആയി കാണും. ഏയ്, പാതിരാത്രി ഒന്നും ആയിട്ടില്ല. മണി 9 ആയിട്ടുള്ളൂ. 9 മണിവരെയൊന്നും എനിക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. എനിക്ക് ഉറങ്ങണം. എനിക്ക് നല്ല വിശപ്പുണ്ട്. നീ എന്തെങ്കിലും കഴിക്കാൻ എടുത്തു നിന്നിട്ട് കിടന്നോ. എനിക്കിനി എണീക്കാനൊന്നും നോക്കില്ല. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയെടുത്ത് കഴിക്കേ. എനിക്കങ്ങനെ ഒറ്റയ്ക്കൊന്നും എടുത്ത് കഴിച്ച് ശീലമില്ല. ഒന്ന് എണീക്ക് ഐശ്വര്യ, എനിക്ക് നല്ല വിശപ്പുണ്ട്. എണീക്ക്. എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ. ഇതെന്തൊരു ശല്യമാ. നേരത്തിനും കാലത്തിനും വരാതെ രാത്രി വലിഞ്ഞു കയറി വന്ന് ഭക്ഷണം എടുത്തു തരണമെന്ന് പറഞ്ഞാ എനിക്കെങ്ങും വയ്യ. എന്റെ തലയിൽ എഴുത്തിങ്ങനെ ആയിപ്പോയി. അനുഭവിക്കാതെ വേറെ തരമില്ലല്ലോ. ഞാൻ തന്നെ പോയി എടുത്ത് കഴിക്കാം. ഏട്ടനെന്താ വരാൻ താമസിച്ചോ? ആ, ഇന്നൊരല്പം താമസിച്ചു. ഞാൻ വരാൻ വൈകിണ്ടായിരിക്കും. ഐശ്വര്യ നേരത്തെ ഉറങ്ങി. ആ, ഐശ്വര്യ അടുത്ത് നേരത്തെ കിടന്ന് ഉറങ്ങിയോ ഇന്ന്? ആ, ഉറക്കത്തിന്റെ കാര്യത്തിൽ അവളെ തോപ്പിക്കാൻ ഇവിടെ ആരുമില്ല.